ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡൽഹിയിൽ നമ്മൾ സെക്കൻഡ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വാഷിംഗ് ആണ് പരിപാടി. നമ്മുടെ ഡോഡ്ജും അതുപോലെ നമ്മുടെ R34 നമുക്ക് വാഷ് ചെയ്യാനുണ്ട്. അത്രയും ചളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് വണ്ടി ഇറക്കി പാർക്ക് ചെയ്തിട്ടു. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ ഇന്നലെ അറ്റൻഡ് ചെയ്തു. ഇന്നത്തെ പരിപാടി ഗംഭീര പരിപാടി ആയിരിക്കും. സോ അത് ആരും സ്കിപ്പ് ചെയ്യണ്ട. പക്ഷേ ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടാകും. നമ്മൾ വണ്ടികളെല്ലാം ലൈനപ്പ് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ടാകും. പക്ഷേ ഇന്നലെ രാത്രി ആയതുകൊണ്ട് അത്രയും കാര്യമായിട്ട് കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, ഇങ്ങനെയായിരുന്നു വണ്ടികൾ ഇന്നലെ കിടന്നിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ആയതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് കാണാറുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു ലാംബോർഗിനി എടുക്കുന്നുണ്ട്. ഏത് സാധനല്ലേ സീൻ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സീൻ. അടിപൊളി. മാഷാഅല്ലാ, ലാംബോൻ്റെ കളർ നൈസ് ആയിട്ടുണ്ടല്ലേ. ഇത് ആക്ച്വലി ഇന്നലെ നൈറ്റ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ബ്ലാക്ക് ആണെന്നാണ് വണ്ടി. പക്ഷേ അടിപൊളി കളറ്. മാഷാഅല്ലാ, കുറേ കാർബൺ ഐറ്റംസ് ഉണ്ട് ഇതിൽ. അതും ഫോർജ്ഡ് കാർബൺ. ഫ്രണ്ട് ലിപ്പ്, അതുപോലെ നമ്മുടെ മിറർ, ഇൻറ്റീരിയറിലൊക്കെ ഒരുപാട് ഫോർജ്ഡ് കാർബൺ വന്നിട്ടുണ്ട്. ഇതൊരു റാപ്പാണ്. ഇതെല്ലാം ഈ വണ്ടിയിലെല്ലാം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പിള്ളേർ വണ്ടി സ്റ്റാർട്ട് ചെയ്താണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ വണ്ടി നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഈ ലാംബോർഗിനി. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാം. മാഷാഅല്ലാ, ഇതാണ് വണ്ടി ഫുൾ വ്യൂ. ഒരു ഡബിൾ കളറിൽ നൈസ് ആയിട്ടുണ്ട്. ഒറ്റ മിനിറ്റ്. അതിൻ്റെ ഇവിടെ നമ്മുടെ പിള്ളേർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡോഡ്ജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, R34 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒന്ന് കാമാവണം. സോ R34 ഇന്നലെ രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഒറ്റ ഇവിടെ ഒരു M5 എടുക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ M5 ആണ് കേട്ടോ. നോർമലി BMW 5 സീരീസ് എല്ലാം കൺവേർഷൻ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് ഒറിജിനൽ M5 ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഷാർബിയുടെ വണ്ടി എടുക്കുന്നുണ്ട്. അവിടെ ഈ വണ്ടി നമ്മുടെ വീഡിയോസിൽ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ്. ഓക്കെ, ഇതിൽ നിന്ന് ഫ്ലെയിം ത്രോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വേറെ ലെവലായിട്ട് ത്രോ ചെയ്തിട്ടാ പുറത്തേക്ക് വരും ഫ്ലെയിം. അടിപൊളിയായിട്ട്. RS5 എടുക്കുന്നുണ്ട്. അത് അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ വീൽസ് നോക്കി BBSൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി കിടന്ന് കളിക്കുന്ന വീൽസാണ്. അടിപൊളി വീലാണ് കേട്ടോ. നൈസല്ലേ. RS7 എടുക്കുന്നുണ്ട്, യൂറോസ് എടുക്കുന്നുണ്ട്. അടിപൊളി വണ്ടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്ടാ. ഒരു കൺവേർട്ടബിൾ ലാംബോർഗിനി എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി കളർ കേട്ടോ, നൈസ് കളറ്. മാഷാഅല്ലാ, ഈ ഒരു കളർ തീമിൽ കിടക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ. വേറൊരു ലാംബോർഗിനി എടുക്കുന്നുണ്ട്, ഒരു ഓറഞ്ച്. നല്ല അടിപൊളി കളറ്, ഷൈൻ ചെയ്യുന്നുണ്ട് ഈ കളറെല്ലാം. ഈ ഒരു കളർ തീമിൽ കളർഫുള്ളായിട്ട് കിടക്കണം, വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. എൻ്റെ മോനെ, ഇനിയും വണ്ടികളുണ്ടായിരുന്നു. ഇന്നലെ അവിടെ ഒരു നമ്മുടെ M4 എടുക്കുന്നുണ്ടായിരുന്നു, ഒരു പോഷ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് വാഷ് ചെയ്യാൻ പോവാം. നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗ്യാസുണ്ട്. ആൻഡ് നമ്മൾ R34 സൈഡിൽ നമ്മുടെ ഡോഡ്ജ് ഉണ്ട്. ഓക്കെ, അതിൽ നമ്മുടെ അനസും ഷംനാദും ഉണ്ട്. യെസ് ബ്രോ, അടിക്കണം. നീ അടിച്ചോ, ഞാൻ പിന്നിൽ വരാം. ആയിക്കോട്ടെ. ഇവിടെ ഭയങ്കര സീനാണ് കേട്ടോ. ഒരു മിനി
സീറ്റ് വൈകി കഴിഞ്ഞാൽ അപ്പൊക്കപ്പൊ ഹോണ് വീഴും. വണ്ടികൾ പോണില്ല. പിന്നെ റെഡ് സിഗ്നലിൽ തന്നെ ഇവര് പോകൂലേ അല്ലേ? റെഡ് സിഗ്നലിൽ തന്നെ ഇവര് കയറി ഓപ്പോസിറ്റ് സൈഡിൽ. അതെ, ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വൺ സീനാവും. ഇപ്പൊ റെഡ് സിഗ്നൽ കണ്ടോട്ടാ, ഇപ്പൊ റെഡ് സിഗ്നൽ ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയും സൈഡിൽ കൂടെ ആൾക്കാർ കയറിപ്പോവും ഉറപ്പാ. പക്ഷേ നമ്മുടെ സിഗ്നൽ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും വണ്ടികൾ അപ്പുറത്ത് കയറി വരുന്നുണ്ട്. പോലീസൊക്കെയാണ് കയറി പോണത്. അത് ഇഷ്ടണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ ചെറിയൊരു അച്ചാറുമ്പോന്റെ ഒരു വീസിലുണ്ടല്ലോ, മാഷാല്ലാ വേറൊരു ഫീൽ തന്നെ. ഡ്രൈവ് ചെയ്യുമ്പോ ഇങ്ങനെ കേൾക്കാന്ന് പറയുമ്പോണ്ടല്ലോ ഒരു വികാരാണത്. അത് കേൾക്കാൻ വേണ്ടി വെറുതെ നമ്മളിങ്ങനെ സ്ലോ ആക്കും അല്ലേ? മോനെ ആണ് അവസ്ഥ. അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടികൾ കയറി വരും. സോ ശ്രദ്ധിക്കുക. നല്ല റോഡ്സ് ആണ്, പക്ഷെ ട്രാഫിക് റൂൾസ് ആരും നോക്കണില്ല. നല്ലതാണ് നമ്മുടെ കേരളം. യെസ്. കുതിരസവാരി പഴയ ഡൽഹി ഭ്രാന്ത അവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട്. ഭയങ്കര ട്രാഫിക്കുമാണ്, പൊല്യൂഷനും ഭയങ്കര മോശമാണല്ലേ? ഭയങ്കര സീനാണ്, മൊട്ട പുകയും ഭയങ്കര സീനും പൊല്യൂഷനാണ്. നമ്മൾ ഓൾമോസ്റ്റ് വാഷെത്താനായി ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വാഷിംഗ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ഡോഡ്ജ് വാഷിങ്ങിന് കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സി എടാ, ആന കിട്ടില്ല. ഈ റിവേഴ്സ് ഇട്ടിട്ടേ ഈ സൈഡ് ചേർത്തിട്ട് എടുക്ക്. എടുത്തോ ഗൈസ്. ഇവിടെ GTR കയറുമെന്ന് തോന്നുന്നില്ല. സോ ഒടി ഫുള്ളൊടി. ഡോഡ്ജ് തന്നെ ലിപ്പ് ഇപ്പം അത്രയും പൊക്കിയിട്ടുണ്ട്, എയർ ഫുള്ള് പൊക്കിയിട്ടിട്ട് ലിപ്പ് പറഞ്ഞിട്ടാണ് കയറിയത്. സോ GTR കൺഫേം ആണ്, കയറില്ല. അപ്പം മാക്സിമം ഹൈറ്റിലാണ് കളിക്കുന്നത്, പക്ഷെ എന്നാലും കേരളം ഉറപ്പാണ്. ശരി, നമ്മളിവിടെ ഒരു പ്രീമിയം വാഷിംഗ് സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. പ്യുർ വാക്സ്. എൻ്റെ ഇവിടെ സെറാമിക് വാഷ് ഉണ്ട്, സ്റ്റീം വാഷ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വാഷസ് അവൈലബിൾ ആണ് ഇവിടെ. സോ നമുക്ക് വാഷ് ചെയ്ത് നോക്കി നോക്കാം എന്താ അവസ്ഥ. നമ്മളിപ്പോൾ ജസ്റ്റ് ബോഡി വാഷ് മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് സമയമില്ല. അതുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു 4 മണിക്ക് നമുക്ക് ലൈനപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിന് പിന്നെ വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എത്തണം. ഓക്കെ, എന്തായാലും ഒരു വാഷിംഗ് തുടങ്ങട്ടെ. എന്തായാലും GTR കയറ്റാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. സോ ഇതെന്തായാലും വാഷിംഗ് തുടങ്ങട്ടെ. അപ്പോൾ നമ്മൾ ഡോഡ്ജ് വാഷ് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. സോ നമ്മൾ ഡോഡ്ജ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മളവിടെ ഫ്രണ്ട് തട്ടിയിട്ടാണ് കയറിയത്, ലിപ്പ് ഉറഞ്ഞിട്ടാണ് കയറിയത്. നമുക്ക് ഉറപ്പായിരുന്നു നമ്മുടെ R34 അങ്ങോട്ട് കയറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ R34 എന്താക്കി, നമ്മൾ ഫ്രണ്ടിലിട്ടിട്ട് വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഫ്രണ്ടിലിട്ട് ഒരു വാഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ. വേറെ വഴിയില്ല, കാരണം കയറില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതേ വണ്ടി യാസിർ എടുത്തിട്ടുണ്ട്, നേരെ ഫ്രണ്ടിലിട്ടിട്ട് വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ലിപ്പ് കണ്ട, കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വന്നേക്കുന്നത്. സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കയറ്റാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഇത് കറക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കത് കയറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വണ്ടി ആക്ച്വലി നമ്മൾ എത്ര പൊക്കാൻ പറ്റും അത്രയും പൊക്കിയിട്ടാണ് വണ്ടി കൊണ്ടുവന്നേക്കണത്. കണ്ട, മാക്സിമം ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത് വണ്ടി. ഇത് നമ്മൾ ദുബായ് പോയി കഴിഞ്ഞാൽ വണ്ടി താഴ്ത്തിടും, അത് വേറെ കേസ്. ഈ ഒരു കളർ ഉണ്ടല്ലോ, കളർ വെയിലത്ത് കറക്റ്റ് അറിയും. സി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയ്ഡ് ഡൗൺ ആണ് കളർ. ആൻഡ് ഇറ്റ്സ് കോൾഡ് മിഡ് നൈറ്റ്. സീനല്ല ഗൈസ്. നമ്മൾ 1.5 RPM അഡ്ജസ്റ്റ് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യടാ.
ട്യൂണെല്ലാം മാറി കിടക്കാണ് കേട്ടോ. താഴ്ന്നു ഹാഫായി. ആ ഓക്കെ ഓക്കെ അപ്പം അഡ്ജസ്റ്റ് ചെയ്തു. സി പുറത്തിട്ട് വാഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചളിയോട് പോകുമ്പോൾ കളറ് ഫിറ്റിങ് കണ്ടോ, സീന് കളർ ഇടാം. ശരി, ഉള്ളിൽ ഓൾറെഡി വാഷ് നടന്നുകൊണ്ടുണ്ട്. രാത്രിയും വെയിലത്തും ഈ കളർ കാണാൻ നല്ല രസമാണ് കേട്ടോ. രാത്രി ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ വെയിലത്ത് ഇപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല, പക്ഷേ ഈ വെയിലത്ത് ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ വേറെ തന്നെ ഒരു മൂടാം. അപ്പോൾ റോഡ്ജ് ഇവിടെ ഉള്ളിൽ വാഷ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ലൈറ്റിൽ എടുക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കളർ. സീനല്ലേ പ്രഷർ വാഷ് ചെയ്ത് ആദ്യം, എന്നിട്ട് ഫോം ഇട്ട്, എന്നിട്ട് വീണ്ടും പ്രഷർ വാഷ് ചെയ്ത് രണ്ടാമത് ഫോം ഇട്ടിട്ട് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. GTR പ്രഷർ വാഷ് ചെയ്തു, ഫോം ഇട്ടുകൊണ്ടുണ്ട്. ഗായ്സ്, അപ്പോൾ ഓൾമോസ്റ്റ് വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയർ എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട്. R34 ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ക്ലീൻ ആയത്. അത്രയും പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. സോ കംപ്ലീറ്റ്ലി ക്ലീനായി. എൻ്റെ മോനെ ചെക്കൻ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടുണ്ട്. കഴിച്ച് നമ്മൾ വാഷ് ചെയ്തിട്ട് ഇറങ്ങി. വാഷ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ തന്നെ കിട്ടിയ പണിയാണ് മഴ. കണ്ടാ, മഴ പെയ്യുന്നുണ്ട്. ആകെ മ്യൂഞ്ചി അവസ്ഥയായി. ഈ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രീമിയം വാഷാണ് ചെയ്തത്. 2000 ആയി വാഷിന് വേണ്ടിയിട്ട്. അത്രയും കഷ്ടപ്പെട്ട് അത്രയും ടൈം ഓടിച്ച് നമ്മൾ വാഷ് ചെയ്തിട്ട് ഇറങ്ങി നോക്കുമ്പോൾ മഴ. കണ്ടാ, ഗ്ലാസ് എല്ലാം കച്ചറായി. സീൻ ഇതാണ് അവസ്ഥ. ഇവിടെ ഇവിടുണ്ട്. തിരിച്ചോ, ഇത് നമ്മുടെ സിഗ്നലല്ല അല്ലേ? അപ്പോൾ ഞങ്ങൾ മാത്രം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ വാഷിങ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. കാരണം പോയിട്ട് ഫ്രഷ് ആവാനുണ്ട്. സോ അതാണ് അവസ്ഥ. അകലൊക്കെ അപ്പോൾ അവന്മാർ വണ്ടി അവിടെ വാഷ് ചെയ്തുകൊണ്ട് കഴിയാനായി. ഇൻറ്റീരിയർ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടുണ്ട്. അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങും. ഡയറക്റ്റ് റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് എല്ലാവരും കൂടെ ലൈനപ്പ് ചെയ്തിട്ട് ഇറങ്ങും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, എന്തായാലും ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഈ മഴ പെയ്തിട്ട് ഇപ്പോൾ വീണ്ടും കച്ചറായി തുടങ്ങി. ഫൈനലി കാശ് നമ്മളെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി, ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മുടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ 2 വണ്ടികൾ വന്നിട്ടുണ്ട്. ഈ വണ്ടി ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഈ വണ്ടി ഇന്നലെ ഉണ്ടായിരുന്നു. ഈ ഒരു M4 കോമ്പറ്റീഷൻ ഇന്നലെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഷംനാദ് എത്തുന്നേ ഉള്ളൂ. സോ നമുക്കപ്പോൾ ഇതിനും ഫ്രഷ് ആവും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഇനി വേറെ വീഡിയോ വരും. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട്. നമുക്ക് അടുത്ത വീഡിയോ ആണ്.